നമസ്കാരം. അസദുദ്ദീൻ ഒവൈസി വളരെ തീപ്പൊരി നേതാവാണ്, മതനേതാവാണ്. അദ്ദേഹത്തോട് എനിക്കൊരു ഇഷ്ടം ഈ സമീപകാലത്ത് തോന്നിയതിൻ്റെ ഒരു കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന നമ്മുടെ പ്രതികാര നടപടിയുടെ വിശകലനത്തിനും വിശദീകരണത്തിനുമായി രാജ്യാന്തരങ്ങൾ സന്ദർശിച്ച സംഘങ്ങളിൽ ഏറ്റവും കൃത്യനിഷ്ഠയോടെ ക്രിയാത്മകമായി കൃത്യതയോടെ പ്രവർത്തിച്ചൊരു സംഘം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പാകിസ്ഥാനെ ഇത്രയും അധികം വിമർശിച്ചിട്ടുള്ള ഒരു നേതാവ്. ആ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് BJP-യിൽ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടൊരു ചെറിയ ഇഷ്ടം ഇപ്പോഴും കിടപ്പുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. വളരെ ഉന്നത തലത്തിലുള്ളൊരു മീറ്റിംഗ് അമിത്ഷാ വിളിച്ചു കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ഏറ്റവും മുതിർന്ന ഒരു ന്യായാധിപനെ ഒരു പ്രത്യേക ദൗത്യവുമായി അമിത്ഷാ ഇറക്കി വിട്ടിരിക്കുകയാണ് ഭാരതീയ സമൂഹത്തിലേക്ക്. ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആ വീഡിയോ ഞാൻ ഈ വിശകലനത്തോടൊപ്പം ചേർക്കാം. ഒവൈസി പറയുന്നത്, അമിത്ഷാ ഇത്തരത്തിലുള്ളൊരു ഉന്നതതല യോഗം വിളിക്കുമ്പോൾ അത് വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലിനായി വിളിക്കുന്നയാളല്ല. അമിത്ഷാ വെറുതെ ആകാശത്തേക്ക് വെടിവെക്കുന്ന കലാപരിപാടി നടത്തുന്ന ഒരു വ്യക്തിയല്ല. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി പദ്ധതികളോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാ. അത് സത്യവുമാണ്. അത് ഒവൈസിക്ക് നല്ലതുപോലെ അറിയാം. ഒവൈസി പിന്നീട് പറയുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നത്, ഒവൈസി തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് തെറ്റായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് അമിത്ഷാ NRC നടപ്പാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉന്നതതല യോഗം വിളിക്കുകയും ആ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന ന്യായാധിപനെ, സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചൊരു മുതിർന്ന ന്യായാധിപനെ ചില സർവേകൾ എടുക്കുവാനും ചില പഠനങ്ങൾ നടത്തുവാനും വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ആ പഠനങ്ങൾ ഏതൊക്കെ തലങ്ങളിലാണ് നടക്കുന്നത്? ആ പഠനങ്ങളുടെ പരിധിയിൽ വരുന്ന ആദ്യത്തെ വിഷയം, രാജ്യത്ത് ഏതൊക്കെ പ്രദേശങ്ങളിൽ അസ്വാഭാവികമായി ജനസംഖ്യ അനുപാതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള വിഷയം പഠിക്കുക. രണ്ടാമത്തെ ഘടകം, ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന രണ്ടാമത്തെ ഘടകം അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ്, SIRൽ നിന്ന് പുറത്താക്കപ്പെട്ടയുണ്ടല്ലോ, വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കി അപ്പീലുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അപ്പീലുകൾ നടക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക, അവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തുക. ഒവൈസി സംശയിക്കുന്നത് കൃത്യമായിട്ട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കി നാഷണൽ രജിസ്ട്രി ഫോർ സിറ്റിസൺസ് NRC നടപ്പാക്കി കൃത്യമായിട്ട് ഭാരതീയ പൗരന്മാരാരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുക. അതാണ് അമിത്ഷായുടെ പദ്ധതി എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എതിരാളികളിൽ രാഷ്ട്രീയപരമായി എതിർചേരികളിൽ നിൽക്കുന്നവരിൽ അമിത്ഷായെ ഇത്രയും കൃത്യമായി മനസ്സിലാക്കിയൊരു എതിരാളി മറ്റാരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം കൃത്യതയോടുകൂടിയാണ് അമിത്ഷായുടെ ഒരു പ്രവർത്തന രീതിയും സ്വഭാവവും ഒവൈസി ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും, എന്നിട്ട് ബാക്കി ഇത് സംബന്ധിച്ച വിശകലനം നമുക്ക് തുടരാം. വീഡിയോ ഒന്ന് കാണും. अमित शाह होम मिनिस्टर अगर कोई मीटिंग करते तो याद रखिए वो कच्चा काम नहीं करता आदमी हो। और मेरे को ये सस्पिशन है, आई माइट बी प्रूवन रॉन्ग, कि वो फाइनली NRC करना चाहते। यूनियन होम मिनिस्ट्री ने एक हाई लेवल कमीशन बनाया रिटायर्ड सुप्रीम कोर्ट के जज को, और उनको ये बोला गया है कि जहां जहां डेमोग्राफी में चेंज आए, जहां जहां अचानक आबादी बन गई, वो कमीशन इसको देखेगा। और तीसरी बात जो अमित शाह ने वो मीटिंग ली, उसमें कहा कि जो नाम SIR में जो 6 करोड़ नाम एक्सक्लूड हो गए, वो उसको भी चेक करेंगे। अमित शाह होम मिनिस्टर अगर कोई मीटिंग करते तो याद रखिए वो कच्चा काम नहीं करता आदमी हो, खाली हवाई फायरिंग नहीं करता, कुछ ना कुछ बराबर वो एक प्रोग्राम बना के काम कर रहे हैं। और मेरे को ये सस्पिशन है, आई माइट बी प्रूवन रॉन्ग, कि वो फाइनली NRC करना चाहते, क्योंकि ये हाई लेवल कमीशन ऑफ इंक्वायरी है, रिटायर्ड सुप्रीम कोर्ट जज है। अब वो बोल रहे कि जहां पर अचानक आबादी बढ़ गई वो कहीं बाहर से तो नहीं आए, जहां पर अचानक हैबिटेशन बढ़ गया यानी इलाका बढ़ गया नहीं हुआ,
रिटायर्ड सुप्रीम कोर्ट जज को बिठाकर वजीर दाखिला मीटिंग ले रहे हैं, तो इसीलिए मैं कह रहा हूं सबसे ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇതാണ് ഒവൈസി പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കം ആദ്യമേ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഇനി ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒവൈസി പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ജനസംഖ്യാ അനുപാതത്തിൽ അസ്വാഭാവികമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ഒവൈസിക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു പഠനത്തെ പ്രതി ഭയമുണ്ടാകുന്നത് അല്ലെങ്കിൽ ആശങ്കയുണ്ടാകുന്നത്? അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആശങ്കയിലുണ്ട്. NRC നടപ്പാക്കുവാൻ പോവുകയാണോ എന്നുള്ളത്. ആ ആശങ്കയുടെ കാരണം ഒവൈസിയെ പോലുള്ളവർക്ക് കൃത്യമായിട്ടറിയാം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവർ ഈ പശ്ചിമ ബംഗാളിൽ മമതയുടെ ഭരണമുണ്ടായിരുന്ന കാലത്തും അസാമിൽ അതിർത്തികൾ ബംഗ്ലാദേശുമായി നാം പങ്കിടുന്ന അതിർത്തികൾ സുരക്ഷിതമല്ലാതിരുന്ന കാലത്തും ഹിമന്ത് ബിസ്വ ശർമ്മ അധികാരത്തിലെത്തുന്ന ഇതുവരെയുള്ള കാലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം പശ്ചിമ ബംഗാളിൽ നിന്നും പശ്ചിമ ബംഗാൾ മാർഗത്തിലൂടെയും രോഹിംഗ്യകൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബംഗ്ലാദേശികളുണ്ട്, രോഹിംഗ്യകൾ ഒരുപക്ഷെ പാകിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ആളുകൾ ഭാരതത്തിലേക്ക് കടക്കുകയും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായി ചിന്നിച്ചിതറിപ്പോവുകയും, ചിന്നിച്ചിതറുക എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായൊരു ചിന്നിച്ചിതറലാണ്. അത്തരത്തിൽ ജനസമൂഹത്തിൻ്റെ ഇടയിൽ ഇടകലർന്ന് ജീവിക്കുകയും ആ ജനസംഖ്യാനുപാതത്തിൽ ഭാരതത്തിൻ്റെ രേഖകൾ, ഭാരതത്തിൻ്റെ ഒരു പൗരൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും വ്യാജമായി നിർമ്മിച്ച് ഭാരതീയ പൗരന്മാരായി ഭാരതീയ പൗരന്മാർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് നമ്മുടെ ഇടയിൽ ജനസംഖ്യാനുപാതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അത് ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി നിരവധി പ്രദേശങ്ങളിൽ ഭാരതമൊട്ടാകെ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ഈ ജനസംഖ്യാനുപാതത്തിൽ ആസൂത്രിതമായ മാറ്റങ്ങൾ നടപ്പാക്കിയെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒവൈസിയെ പോലുള്ളവർക്ക് കൃത്യമായിട്ടറിയാം. ഇന്നത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരുമായിട്ടൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. കേരളത്തെ സംബന്ധിച്ച് അനധികൃത കുടിയേറ്റക്കാരെ വ്യാപകമായി വലവീശി പിടിക്കുന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞ 2 മാസങ്ങളായി നടക്കുന്നു. പെട്ടെന്ന് അതിനൊരു മന്ദിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇന്ന് ചെയ്തിട്ടുള്ളതിനാൽ വീണ്ടും ആ വിഷയം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. എന്നാലും അത്തരത്തിലുള്ള പല ഓപ്പറേഷനുകളും രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഉന്നതതല സമിതി അമിത്ഷാ, അതൊരു രഹസ്യ യോഗമായിരുന്നു. അതിൻ്റെ എന്തായിരുന്നു അജണ്ട, എന്തൊക്കെയായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്, എന്തൊക്കെ തീരുമാനങ്ങൾ ആ യോഗത്തിലെടുത്തു എന്നുള്ളതൊന്നും പൊതുമണ്ഡലത്തിൽ ലഭ്യമായ വിവരങ്ങളല്ല. പക്ഷേ ഒവൈസിയെ പോലുള്ളൊരു രാഷ്ട്രീയ പരിചയമുള്ളൊരു നേതാവിന് കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ചോർന്ന് കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് NRC നടപ്പാക്കുവാൻ പോവുകയാണ്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ആസൂത്രിതമായി നാം ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടപ്പാക്കിയ ജനസംഖ്യാനുപാതത്തിലുള്ള സ്വാഭാവികമല്ലാത്ത വ്യതിയാനങ്ങളെല്ലാം കണ്ടുപിടിക്കപ്പെടുവാൻ പോവുകയാണ്. ഒരുപക്ഷെ നാം ഇത്രയും കാലം ഒരുക്കി വച്ചിരുന്ന ഒരു ആവാസ വ്യവസ്ഥ തന്നെ പൂർണ്ണമായും തകരുവാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് അമിത്ഷാ മുന്നിട്ടിറങ്ങിയത് എന്നുള്ള ഭയം ഒവൈസിയെ പിടികൂടിയിരിക്കുന്നു. ആ ഭയം നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഈ ഭയം അദ്ദേഹത്തിൽ ഉണ്ടായ കാരണമാണ് നാം ഒന്ന് ഹ്രസ്വമായി ചർച്ച ചെയ്തത്. കാരണം ഇവർക്കെല്ലാം കൃത്യമായിട്ടറിയാം. പ്രത്യക്ഷത്തിൽ ചിന്തിച്ചു നോക്കൂ, പശ്ചിമ ബംഗാൾ വഴിയാണ് ഈ മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ, അതിൻ്റെ ഇടയിൽ എത്ര ഭീകരവാദികളുണ്ട് എന്നുള്ളത് കണ്ടറിയണം, അല്ലെങ്കിൽ ഇനി അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള ആളുകൾ ഭാരതത്തിലേക്ക് കടന്നിരുന്നത് പശ്ചിമ ബംഗാളിൽ പ്രത്യക്ഷത്തിൽ മമതാ ബാനർജിയും ഒവൈസിയും തമ്മിൽ നേരിൽ കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്നവരായിരുന്നു. മമതാ ബാനർജിയെ ഒവൈസിക്ക് പരമപുച്ഛമായിരുന്നു. തിരിച്ച് മമതാ ബാനർജിക്കും അങ്ങനെ തന്നെ ഒവൈസിയെ പ്രതി. ഒവൈസി BJPയുടെ ഏജൻ്റാണെന്നാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരുന്നത്. മമതാ ബാനർജി കഴിവുകെട്ട ഒരു ഭരണാധികാരിയാണെന്നുള്ളതായിരുന്നു ഒവൈസിയുടെ ഒരു അഭിപ്രായം. ഇടക്കാലങ്ങളിൽ ചില തെരഞ്ഞെടുപ്പുകൾ ഒക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന നടപടികൾ ഇവർ കൈക്കൊണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മറ്റവസരങ്ങളിൽ പ്രത്യക്ഷമായി തങ്ങൾ രാഷ്ട്രീയ എതിരാളികളാണ് എന്നായിരുന്നു പൊതുജനങ്ങളുടെ മുമ്പിൽ അവർ തങ്ങളെ തന്നെ അവതരിപ്പിച്ചിരുന്നത്. ആ ഒരു പ്രതിച്ഛായയിലായിരുന്നു. അങ്ങനെയുള്ള മമതാ ബാനർജി ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തികൾ കടന്നു പോലും അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും ജനസംഖ്യ അനുപാതത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനയോ അല്ലെങ്കിൽ ധാരണയോ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ നടപ്പാക്കലിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും തന്നെ ഒവൈസിക്ക് അറിയാമായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അങ്ങനെ വേണം നാം മനസ്സിലാക്കാൻ. കാരണം അത് മാത്രമാണ് ഈ ആശങ്കയ്ക്കുള്ളൊരു അടിസ്ഥാനം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയ നേതാവിന്
ഈ NRC നടപ്പാക്കുന്നതിനെ പ്രതി യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ട കാര്യമില്ല. ആകെ ഉണ്ടാവേണ്ട ഒരു ആശങ്ക ഭാരത പൗരനായ ഒരു മുസൽമാന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ളൊരാശങ്കയാണ്. അത്തരത്തിലൊരു നഷ്ടം ഒരു പൗരന് സംഭവിച്ചാൽ അതിന് പരിഹാരം കാണുവാനുള്ള ആപ്പലേറ്റ് ട്രിബ്യൂണലുകളും കോടതികളും എല്ലാം ഈ രാജ്യത്തുണ്ട്. അത് അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ NRC നടപ്പാക്കുവാനുള്ള പ്രക്രിയ ആരംഭിക്കുവാൻ പോലും സാധിക്കുകയുള്ളൂ. കാരണം സുപ്രീം കോടതിയുടെ വ്യക്തമായ മാർഗരേഖകളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട് NRC എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിനെക്കുറിച്ച്. NRC ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അമിത്ഷായുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു പദ്ധതി അല്ല. സുപ്രീം കോടതി തന്നെ ഇത് നടപ്പാക്കുവാൻ, ആസാമിൽ ഇത് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള വിധികളുണ്ട്. ആ വിധിയിൽ കൃത്യമായിട്ടുള്ള മാർഗരേഖകളുണ്ട് ഇതെങ്ങനെയൊക്കെ നടപ്പാക്കണമെന്നുള്ളത്. ആസാമിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമായിരിക്കും പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നത്. എല്ലാം കുറേ സാംസ്കാരികമായിട്ടുള്ളൊരു സമാനതകളുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. ആ സാഹചര്യങ്ങളെ പ്രതി എങ്ങനെ ഈ മാർഗരേഖകളിൽ മാറ്റം വരുത്തണമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ ഇത്തരമൊരു പ്രക്രിയയ്ക്ക് സർക്കാർ മുതിരുകയുള്ളൂ. അതെല്ലാം ഒവൈസിക്ക് വ്യക്തമായി അറിയാം. എനിക്കോ നിങ്ങൾക്കോ അറിയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടി അത് അദ്ദേഹത്തിന് അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭയത്തിൻ്റെ ഏക കാരണം ഞാൻ പറഞ്ഞതാണ്, അനധികൃത കുടിയേറ്റക്കാർ പിടിക്കപ്പെടുമെന്നുള്ളത്. ഇവരെ പോലുള്ളവർ കാലാകാലങ്ങളായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ജനസംഖ്യാനുപാതത്തിൽ ആസൂത്രിത മാറ്റം വരുത്തിയൊരു ആവാസ വ്യവസ്ഥയുടെ ആണിക്കല്ലിളകുവാൻ പോകുന്നു എന്നുള്ള ഒരു ധാരണ ഒവൈസിക്ക് വ്യക്തമായിട്ടുണ്ട്. അതിനുമപ്പുറം അമിത്ഷായെ ഒവൈസിക്ക് നല്ലതുപോലെ അറിയാം. മോട്ടാബായി ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ ആകാശത്തേക്ക് വെടിവെക്കില്ല, ജിഹാദികളുടെ നെഞ്ചിലേക്കും നെറ്റിപ്പൊട്ടിലേക്കും നെറ്റിയുടെ ഒത്ത മധ്യത്തിലേക്കും മാത്രമേ നിറയൊഴിക്കൂ എന്ന് ഒവൈസിക്ക് കൃത്യമായിട്ടറിയാം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.